ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സാമ്പാർ പൊടിക്കുമൊക്കെ സാമ്പാർ പൊടിക്കും പുളിങ്കറിക്കും എല്ലാം ആവശ്യമായിട്ടുള്ള മല്ലി വറുത്ത് പൊടിച്ച് വെക്കുക, ഉലുവ വറുത്ത് പൊടിച്ച് വെക്കുക. അതെല്ലാം നമ്മൾ കുറേശ്ശെ ഓരോ കുപ്പിയിൽ വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്കത് എളുപ്പമാകും. കായം എല്ലാം വറുത്ത് പൊടിക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മല്ലി കഴുകി ഉണങ്ങി അപ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. ചുമക്കെ വറക്കണം, കരിയാൻ പാടില്ല. കരിഞ്ഞാൽ മല്ലിയുടെ നിറമൊക്കെ പോകും, മണമൊക്കെ വരുന്നു. ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ പൊളന്നു വരും. അതാ പാകം. അപ്പം ഇത് പാകമായി, നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഉലുവ വറക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ മല്ലി ഒന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഉലുവായുടെ വറക്കാം. മല്ലി മൂത്ത മണം, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഉലുവ കുറച്ചും കൂടെ മൂക്കണം. പുളിശ്ശേരിക്ക് ഇടാനും സാമ്പാറിനിടാനും ഒക്കെ നല്ലതാണ്. ഉലുവ വറുക്കുമ്പോൾ 2 കറിവേപ്പില ഇടാം, മല്ലിയുടെ അത്ര ഇടണ്ട. ഉലുവ പടപട പൊട്ടി തുടങ്ങും, അപ്പം നമുക്ക് നിർത്താം. പടപട പൊട്ടി തുടങ്ങുന്ന ശബ്ദം. ഇനി നമുക്ക് നിർത്താം. ഇപ്പം മല്ലി തണുത്തു, ഇനി അത് പൊടിക്കാം. ഞാൻ ഈയിടെ പൊടിക്കാനായിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതുവരെ പൊടിച്ചിട്ടില്ല, ഇതുവരെ മിക്സിയിലിട്ടാണ് പൊടിച്ചേക്കുന്നത്. ഇപ്പോൾ ഒന്ന് നോക്കട്ടെ. ഇന്ന് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി പൊടിച്ചോണ്ട് വരട്ടെ. പൊടിഞ്ഞു കഴിഞ്ഞു, നല്ലതാണ്. ഇനി ഒന്ന് മിക്സി ഒന്ന് തുടച്ചിട്ട് നമുക്ക് ഉലുവായും കൂടെ പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉലുവ തണുത്തു. അപ്പം നമ്മുടെ മല്ലി ഉലുവയും പൊടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത്തിരി കായവും കൂടെ വറുത്ത് പൊടിക്കണം. അത് നുള്ളി ഇട്ടിട്ട് എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് വേണം പൊടിക്കാൻ. കായത്തിന് എപ്പോഴും നമ്മൾ വറക്കുമ്പോൾ എണ്ണ ചേർക്കണം. അത് നല്ലെണ്ണ ആയിരിക്കണം. മറ്റേ എണ്ണയൊക്കെ ആണെങ്കിൽ കനിച്ചു പോകും. എല്ലാം ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചേക്കുക. പിന്നെ കുറച്ച് സൂചി ഗോതമ്പിൻ്റെ അരിയും കൂടെ നമ്മൾ കായം വറുത്തെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ പൊടിക്കണം, അല്ലെങ്കിൽ കുഴകുഴാന്നിരിക്കും. നമുക്ക് എണ്ണ ചൂടായി, എണ്ണ ചൂടായി. ഇത് മലര് പോലെ പൊന്തി വരും. നല്ല മൊരുമൊരാന്ന് വരും. നമുക്കിതെല്ലാം ഇനി കോരിയെടുക്കാൻ. സ്റ്റൗ ഓഫാക്കി. ഉണ്ടോ, നല്ല മൊരുമൊരാന്നായി. ഞാനൊരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് കോരിയെടുക്കുന്നത്. ഞാനിപ്പോൾ സ്വല്പം ഗോതമ്പരിയും കൂടി ഇട്ടു, അതും കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഗോതമ്പ് പൊടി ഇട്ടാലും മതി. പൊടിക്കുമ്പോൾ അല്ല, ഇത് കുഴഞ്ഞിരിക്കും, അതുകൊണ്ടാണ്. എന്താ, നല്ല മലര് പൊരിയുന്ന പോലെ പൊട്ടി നല്ല വെളുത്തെല്ലാം വെളുത്ത് കഴിയുമ്പോൾ ഇത് മുഴുവനും വേണ്ടി വരത്തില്ല. നമ്മൾ പൊടിക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് നോക്കണം. ഇതാ സ്വാദ്. ഗോതമ്പ് പൊടി ഇടുന്നതിലും നല്ലതിതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇത് മുഴുവൻ പൊട്ടി നല്ല മലര് പോലെ ആയി, വെളുത്തായി.
ഇപ്പം നമ്മുടെ കായപ്പൊടിയും റെഡിയായി. ഗോതമ്പരി വറുത്താണ് ഇതിന് 1.5 സ്പൂണ്. ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ടാലും മതി, എളുപ്പം അതാ. ഞാൻ വേറെ ആവശ്യത്തിനൂടെ അത് വറുത്തത്. അപ്പം ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇട്ടാൽ ഈ കായത്തിന് പാകമാണ്. ഇന്നിപ്പം നമ്മുടെ ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.